എന്താ രാമചരിതം എന്ന് പറഞ്ഞ എന്താ? നമ്മുടെ ഏറ്റവും പ്രാചീനമായ സാഹിത്യ പ്രസ്ഥാനമാണ് പാട്ടുപ്രസ്ഥാനം. ഊഴിയയിൽ ചെറിയവർക്ക് വേണ്ടി ഉര ചെയ്യുന്നു ശ്രീരാമൻ എന്ന് കവി എടുത്ത് പറയുന്നുണ്ട്. അതായത് നാമത്തെ മറ്റു പദങ്ങളുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രത്യയമാണ് വിഭക്തി. ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രേവതി വിജയൻ. അങ്ങനെ കേട്ടിട്ട് പരീക്ഷ കഴിഞ്ഞു. ഇനി എല്ലാവരും റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാണ് അല്ലെ? കുറച്ചു പേര് റിസൾട്ടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുവോ കുറയോ, ഇങ്ങനെയുള്ള കുറച്ച് ആവലാതികളിലൂടെയും വേവലാതികളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന കുറച്ച് പേരുണ്ട്. എന്നാൽ പൂർണ്ണമായും നിരാശയിൽ എത്തി നിൽക്കുന്ന കുറെ പേരുണ്ട്. ഇനി ഞാൻ കേട്ടിട്ടൊന്നും എഴുതുന്നില്ല, എത്ര തവണയായി, ഇത്തവണയും കിട്ടിയില്ല, ഇനി കിട്ടുമോ, ഇങ്ങനെ പല ആശങ്കയിലൂടെ നിൽക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ നിരാശയല്ല വേണ്ടത്, മറിച്ച് കൂടുതൽ ഊർജ്ജസ്വലമായി പഠിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഓരോ തവണയും കേട്ടിട്ട് പരീക്ഷയുടെ കാഠിന്യം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അതിനെ അറിഞ്ഞ് കൃത്യമായി പഠിച്ചില്ലെങ്കിൽ നമുക്ക് കേട്ടിട്ട് കിട്ടാതായി പോവും. കേട്ടിട്ടില്ലെങ്കിൽ ഇനി നമുക്കൊരു സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. നമുക്ക് PSC പരീക്ഷകൾ എഴുതാൻ പറ്റുമോ? LPയോ UPയോ അല്ലെങ്കിൽ HSAയോ എഴുതാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പൊ കേട്ടിട്ട് നമുക്ക് ഉറപ്പായിട്ടും വേണം. ഇതിനു വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് തയ്യാറെടുപ്പോട് കൂടി പഠിക്കുകയാണെങ്കിൽ ഉറപ്പായും ഇത്തവണത്തെ കേട്ടിട്ട് നമുക്ക് കിട്ടിയിരിക്കും. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ കേട്ടിട്ട് പരീക്ഷയിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സമയം ഒട്ടും കളയുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം അല്ലെ? രാമായണത്തിലെ ഏതു ഭാഗമാണ് രാമചരിതത്തിലെ മുഖ്യ പ്രതിപാദം? ഇത് നമ്മുടെ മലയാള സാഹിത്യത്തിന്റെ ആദ്യ കാലഘട്ടത്തിലെ ചോദ്യമാണ് അല്ലെ? എന്താ രാമചരിതം എന്ന് പറഞ്ഞ എന്താ? നമ്മുടെ ഏറ്റവും പ്രാചീനമായ സാഹിത്യ പ്രസ്ഥാനമാണ് പാട്ടുപ്രസ്ഥാനം. ഈ പാട്ടുപ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന ഏറ്റവും പ്രാചീനമായ ഹെർമൻ ഗുണ്ടട്ട് കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ച കൃതിയാണ് എന്ത്? രാമചരിതം എന്ന് പറയുന്നത് അല്ലെ? രാമചരിതം എന്താ ഈ പാട്ട് സാഹിത്യത്തിന്റെ ലക്ഷണം? ദ്രമിഡ സംഘാതാക്ഷര നിബന്ധം ഏതുഗമോന വൃത്ത വിശേഷയുക്തം പാട്ട് അല്ലെ? ഈ ദ്രമിഡ സംഘാതാക്ഷരം എന്ന് പറഞ്ഞ എന്താ? തമിഴ് അക്ഷരമാലയിലെ 12 സ്വരം 18 വ്യഞ്ജനങ്ങളും കൂടി ചേർത്ത് രചിച്ചതായിരിക്കണം. എതുക മോന, അതായത് മലയാളത്തിലെ ദ്വിതീയാക്ഷരപ്രാസത്തിന് സമാനാണ് എതുക. രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ ഇരിക്കുന്നത്. എതുക മോന എന്ന് പറഞ്ഞാലോ പദാർത്ഥാദിപ്രസം. ഇതൊക്കെ കൂടി ചേർന്ന് രചിക്കപ്പെട്ട കൃതിയാണ് പാഠ്യസാഹിത്യത്തിൽ വരുന്നത്. ഏതൊക്കെ കൃതികൾ അവിടെ വരുന്നുണ്ട്? ആദ്യം രാമചരിത, രണ്ടാമത്തേത് തിരുനിഴൽമാല, മൂന്നാമത്തേത് കണ്ണുഷന്മാരുടെ അല്ലെ നിരണത്ത് മാധവ പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ ഇവരുടെ ഒക്കെ കൃതികൾ അവിടെ വരുന്നുണ്ട്. പയ്യന്നൂർ പാട്ടുകൾ വരുന്നുണ്ട്. ഇതൊക്കെയാണ് എന്ത്? പാട്ടുപ്രസ്ഥാനത്തിൽപ്പെട്ട കൃതി. ഏറ്റവും ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനവും പാട്ടുപ്രസ്ഥാനവുമാണ്. അപ്പൊ ആദ്യത്തെ പാട്ടുസാഹിത്യത്തിൽ ഉൾപ്പെടുന്ന ഏറ്റവും പ്രാചീനമായ കൃതിയാണ് രാമചരിതം എന്നും അതിനെ കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് ഹെർമൻ ഗുണ്ടട്ടാണ് എന്നും നമുക്കറിയാം. ഇതിനകത്തെ വിഷയം എന്താ? രാമായണത്തിലെ ബാലകാന്ഡാണോ അതോ ആരണ്യകാന്ഡാണോ സുന്ദരകാന്ഡാണോ യുദ്ധകാന്ഡമാണോ? ഏതാ ഉത്തരം? ഓപ്ഷൻ ഡി ആണ് അല്ലെ? യുദ്ധകാന്ഡം. ഇതിന്റെ കവി ആരാണ്? ശ്രീരാമനാണ് അല്ലെ? ശ്രീരാമനാണ് എന്ന് പറയുമ്പോൾ പോലും അതിന്റെ പേരിൽ തന്നെ പല പല അഭിപ്രായങ്ങളുണ്ട്. ശിവരാമനാണ്, ശ്രീരാമനാണ്, അതിന്റെ തൽഭവമാണ്, ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ നിൽക്കുന്നുണ്ട്. കാലഗണനയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഇതിനെക്കുറിച്ച് പറയപ്പെടുന്നത് രാമചരിതം രചിച്ചിരിക്കുന്നത് ആരാണ്? ശ്രീരാമനാണ്. ഊഴിയയിൽ ചെറിയവർക്ക് വേണ്ടി ഉര ചെയ്യുന്നു ശ്രീരാമൻ എന്ന് കവി എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ എന്താ പറയുന്നത്? ബഡജനങ്ങൾക്ക്, സാധാരണക്കാരായിട്ടുള്ള ബഡജനങ്ങളെയാണ് ഊഴിയിൽ ചെറിയവരായിട്ട് കവി കരുതിയിരിക്കുന്നത്. അപ്പൊ ബഡജനങ്ങളുടെ പരിപാടി എന്താ? യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? അവരുടെ തൊഴിൽ എന്താ? യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഊഴിയിൽ സാധാരണക്കാരായിട്ടുള്ള ബഡജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ അവർക്ക് വേണ്ടി രചിച്ച രാമായണത്തിലെ ഒരു തെല്ല് ഭാഗം, ഒരു ചെറിയ ഭാഗം യുദ്ധകാന്ഡമാണ് എന്ന് കവി
പറയുന്നുണ്ട് അല്ലെ. അപ്പൊ രാമചരിതത്തിലെ യുദ്ധകാന്ഡാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. അതിന്റെ പ്രത്യേകത എന്താന്ന് മനസ്സിലാക്കി വെക്കാം. ശ്രീരാമനാണ് ആർക്ക് എഴുതിയിട്ടുണ്ട്? ഊഴിയിലെ ബഡജനങ്ങൾക്ക്, സാധാരണക്കാരായിട്ടുള്ള ബഡജനങ്ങൾക്ക് വേണ്ടി യുദ്ധകാന്ഡത്തെ മുൻനിർത്തിക്കൊണ്ട് രചിക്കപ്പെട്ട കൃതിയാണ് രാമചരിതം. ഇത് കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് ഹെർമൻ ഗുണ്ടട്ടാണ്. ഇനിയും രാമചരിതത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ള ഇല്ലാത്ത കൃതി ഏത്? താഴെ പറയുന്നവയിൽ വയലാർ അവാർഡ് ലഭിച്ചിട്ടില്ലാത്ത കൃതി ഏത്? വയലാർ അവാർഡും എഴുത്തച്ഛൻ പുരസ്കാരവും എല്ലായ്പ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ ഇത്തവണ ചോദിച്ചത് വയലാർ അവാർഡാണ്. ഇതിന് മുന്നത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അപ്പൊ വയലാർ അവാർഡ് നോക്കിക്കേ, ഇതിനകത്ത് ലഭിച്ചിട്ടില്ലാത്ത കൃതി ഏതാ? തക്ഷൻകുന്ന് സ്വരൂപാണോ, മഞ്ഞവെയിൽ മരണങ്ങളാണോ, അതുപോലെ അന്തിമഹാകാലാണോ, ഉഷ്ണരാശി കരിപ്പുറത്തിന്റെ ഇതിഹാസത്തിനാണോ? ഏതിനാണ് വയലാർ അവാർഡ് ലഭിച്ചിട്ടില്ലാത്തത്? ഏതിനായിരിക്കാം? മഞ്ഞവെയിൽ മരണങ്ങൾക്ക് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് ആരുടെ കൃതിയാ? ബെന്യാമിന്റെ കൃതിയാണ് കേട്ടോ. ബെന്യാമിന്റെ കൃതിയാണ് ഇത്. ഇനിയോ തക്ഷൻകുന്ന് സ്വരൂപം കിട്ടിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്. 2 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. 2015 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2016 വയലാർ അവാർഡ് കിട്ടുന്നത്. വയലാർ അവാർഡ് എന്ന് പറയുന്നത് ആദ്യം കിട്ടിയത് ആർക്കാ? ലളിതാംബിക അന്തർജനത്തിനാണ് അല്ലെ. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവലിന് 1977 ആദ്യമായിട്ട് വയലാർ അവാർഡ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ 1 ലക്ഷം രൂപയാണ് അതിന്റെ സമ്മാന തുക എന്ന് ഓർക്കാം. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? തക്ഷൻകുന്ന് സ്വരൂപത്തിന് 2016 കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത നോക്കിയേ, അന്തിമഹാകാലം. അന്തിമഹാകാലം എന്ന് പറയുന്നത് ആരാ? അക്കിത്തത്തിന്റെ കൃതിയാണ് കേട്ടോ. അക്കിത്തത്തിന്റെ കൃതിയാണ്. അക്കിത്തത്തിന്റെ കൃതിക്ക് കിട്ടിയിട്ടുണ്ട്. വർഷം അറിയാമോ? 2012 വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതോ, ഉഷ്ണരാശി കരിപ്പുറത്തിന്റെ ഇതിഹാസം. ഇത് KV മോഹൻകുമാറിന്റെ ആണ്. ഇതിനെപ്പോഴാ വയലാർ അവാർഡ് കിട്ടിയെന്നറിയോ? 2018 വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ വയലാർ അവാർഡ് പൊതുവെ നമ്മൾ പഠിക്കുമ്പോൾ 4 വർഷത്തെ വയലാർ അവാർഡിനെ കണക്കാക്കിയാണ് പഠിച്ചിട്ടുള്ളതും പഠിക്കാറുള്ളതും അല്ലെ. എന്നാൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് മുന്നേ ഉള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വയലാർ അവാർഡ് കിട്ടിയ ആൾക്കാരെയൊക്കെ ഒന്ന് ധാരണ വെച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. അപ്പൊ വയലാർ അവാർഡ് ലഭിച്ചിട്ടില്ലാത്ത കൃതി ഏതാണ്? മഞ്ഞവെയിൽ മരണങ്ങളാണ്. ബെന്യാമിന്റെ കൃതിയാണ്. എന്നാൽ ബെന്യാമിന്റെ മറ്റൊരു കൃതിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം അത്. അപ്പൊ തക്ഷൻകുന്ന് സ്വരൂപം 2015 കേരള സാഹിത്യ അക്കാദമി അവാർഡും 2016 വയലാർ അവാർഡും കിട്ടിയിട്ടുണ്ട്. അന്തിമഹാകാലം അക്കിത്തത്തിന്റെ ആണ്. 2012 വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഉഷ്ണരാശി കരിപ്പുറത്തിന്റെ ഇതിഹാസത്തിന് 2018 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട കൃതികളെ കൂടി ഒന്ന് പരിചയപ്പെടാം. നോക്കാം നമുക്ക്. 2019 വയലാർ അവാർഡ് കിട്ടിയത് ആർക്കാണെന്ന് നോക്കിക്കേ. VJ ജെയിംസിനാണ് കേട്ടോ. 2019 വയലാർ അവാർഡ് കിട്ടിയേക്കുന്നത് VJ ജെയിംസിനാണ്. കൃതി ഏതാ? നിരീശ്വരൻ. പഠിക്കണേ. 2018 കിട്ടിയിട്ടുണ്ട്. 2019 VJ ജെയിംസിന്റെ നിരീശ്വരന് കിട്ടിയിട്ടുണ്ട്. 2020 ഏഴാച്ചേരി രാമചന്ദ്രന്റെ ഒരു വെർജീനിയൻ വെയിൽക്കാലത്തിനാണ് കിട്ടിയേക്കുന്നത്. 2020 21 ബെന്യാമിന്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ബെന്യാമിന്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾക്ക് 2021 വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2022 S ഹരീഷിന്റെ മീശ എന്ന് പറയുന്ന കൃതിക്ക് കിട്ടിയിട്ടുണ്ട്. 2023 ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന കൃതിക്കും 2024 അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന് പറയുന്ന കൃതിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ 2018 മുതൽ ഇങ്ങോട്ട് നമ്മളിപ്പോ പഠിച്ചിട്ടുണ്ട് അല്ലെ. 2012 അതിനിടയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 2012 മുതൽ ഈ ഒരു 2024 വരെയുള്ള അവാർഡുകളെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ചോദ്യം ഈ ഒരു മോഡലിൽ കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിയേ.
റാണിയോട് എന്ന പദത്തിലെ വിഭക്തി ഏത്? വിഭക്തിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്ന ഒരു ചോദ്യമാണ്. എന്താണ് വിഭക്തി? വിഭക്തി എന്താ? നമ്മൾ പല ക്ലാസ്സുകളിലും പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വിഭക്തി, അല്ലെ? എന്താ വിഭക്തി? അതായത് നാമത്തെ മറ്റു പദങ്ങളുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രത്യയമാണ് വിഭക്തി, അല്ലെ? എന്താ? നാമത്തെ മറ്റു പദങ്ങളുമായി ബന്ധിപ്പിക്കാൻ വേണ്ടി ചേർക്കുന്ന പ്രത്യയത്തെയാണ് വിഭക്തി എന്ന് പറയുന്നത്. എങ്ങനെ നമ്മൾ നാമത്തെ ബന്ധിപ്പിക്കും? ഉദാഹരണം, രാജു, അമ്മ, ഇങ്ങനെ രണ്ട് വശത്ത് നിൽക്കുന്ന ഒരു രണ്ട് നാമങ്ങളാണ്, അല്ലെ? ഇതിന് നമുക്ക് ബന്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് പറയും? രാജുവിന്റെ അമ്മ, രാജുവിനോട് അമ്മ പറഞ്ഞു, അല്ലെ? രാജുവിനാൽ അമ്മ ചിരിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു നാമത്തെ മറ്റൊരു നാമവുമായി ബന്ധിപ്പിക്കാൻ ചേർക്കുന്ന പ്രത്യയമാണ് വിഭക്തി എന്ന് പറയുന്നത്. ഈ വിഭക്തി എത്ര തരത്തിലുണ്ട്? 7 തരത്തിലാണ് വിഭക്തികൾ ഉള്ളത്. ഏതൊക്കെ അതൊന്ന് നോക്കിക്കേ. ഒന്നാമത്തത് നിർദ്ദേശിക, രണ്ടാമത്തത് പ്രതിഗ്രാഹിക, മൂന്നാമത്തതോ നിപ്രസം, ഉപ്രസം, ഉപ്രസം, അതുപോലെ ഇങ്ങനെ ഒരു കോഡിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിഭക്തി പഠിക്കുക, അല്ലെ? ഈ നീ എന്ന് പറയുന്നത് നിർദ്ദേശികയാണ്, പ്ര എന്ന് പറയുന്നത് പ്രതിഗ്രാഹികയാണ്, സമ്മ എന്ന് പറയുന്നത് സംയോജികയാണ്, ഉ എന്ന് പറയുന്നത് ഉദ്ദേശികയാണ്, പ്ര എന്ന് പറയുന്നത് പ്രയോജികയാണ്, സമ്മ എന്ന് പറയുന്നത് സംബന്ധികയാണ്, ആ എന്ന് പറഞ്ഞാൽ ആധാരികയാണ്. അപ്പൊ പഠിച്ചേ, നീ എന്ന് പറഞ്ഞാൽ നിർദ്ദേശിക. നിർദ്ദേശികയ്ക്ക് എന്തെങ്കിലും പ്രത്യയങ്ങൾ ഉണ്ടോ? ഇല്ല. നിർദ്ദേശിക എന്ന് പറഞ്ഞാൽ പ്രത്യയമില്ല. രാജു ചായ കുടിച്ചു. നാമത്തെ വേറെ എന്തെങ്കിലും ആയിട്ട് ബന്ധിപ്പിക്കുന്നുണ്ടോ? ഇല്ല. നന്ദു പഠിക്കുന്നു. ഉണ്ടോ? ഇല്ല. അത് നിർദ്ദേശിക. പ്രത്യയം ഒന്നും ഇല്ല. ഇനിയോ രണ്ടാമത്തത് പ്രതിഗ്രാഹിക. ഞാൻ രാമുവിനെ അടിച്ചു. രാമുവിനെ അടിച്ചു, അല്ലെ? അതുപോലെയോ രാജുവിനെ അച്ഛൻ ചീത്ത പറഞ്ഞു. എന്താ വരുന്ന അവിടെ? എന്ന ഒരു പ്രത്യയം വരുന്നുണ്ട്. നന്ദുവിനെ, രാജുവിനെ. ഓക്കെ. മൂന്നാമത്തതോ സംയോജിക. സംയോജിക എന്ന് പറഞ്ഞ എന്താ? യോജിപ്പിക്കുക, അല്ലെ? അപ്പൊ ഓട് എന്ന പ്രത്യയം അവിടെ വരും. രാധയോട്, രാജുവിനോട്, നന്ദുവിനോട്. ഓക്കെ. ഇനി അപ്പൊ നിപ്രസം നമ്മൾ കഴിഞ്ഞു. ഇനി ഉപ്രസം. ഉ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക. എന്താ പ്രത്യയം വരാന്നറിയോ? ഇക്ക്, ന്. രാധയ്ക്ക്, രാജുവിന് സുഖമില്ല, രാധയ്ക്ക് പനിയാണ്. ഓക്കെ. ഇനിയോ പ്രയോജിക. പ്രയോജികയുടെ പ്രത്യയാണ് ആൽ എന്ന പ്രത്യയം. രാമനാൽ രാവണൻ കൊല്ലപ്പെട്ടു, രാജുവിനാൽ രാധ കരഞ്ഞു. ആൽ എന്ന പ്രത്യയം. ഇനി അടുത്തത് സംബന്ധിക. സംബന്ധികയുടെ പ്രത്യയാണ് ഇന്റെ ഉടെ എന്ന പ്രത്യയം. സംബന്ധികയുടെ പ്രത്യയം എന്താ? ഇന്റെ ഉടെ. രാജുവിന്റെ, രാധയുടെ, അങ്ങനെ വരുന്നത്. ആധാരിക ഇൽക്കൽ പ്രത്യയം. ഇൽക്കൽ. രാജുവിൽ, രാധയാൽ, ഇങ്ങനെ രാജുവിൽ എന്നൊക്കെ പറയുന്നതാണെങ്കിൽ അതാണ് ആധാരിക. അപ്പൊ ഇങ്ങനെ 7 തരത്തിലുള്ള വിഭക്തി പ്രത്യയം ഉണ്ട്. നാമത്തെ മറ്റു പദങ്ങളുമായി ബന്ധിപ്പിക്കുന്നതാണ് വിഭക്തി എന്ന് നമ്മൾ പറഞ്ഞു. ഈ വിഭക്തി, അപ്പൊ റാണിയോട് എന്നതിലെ വിഭക്തി ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഇവിടെ എന്ത് സംയോജിക, അല്ലെ? ഓട് എന്ന പ്രത്യയം വരുന്നത് കൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കിട്ടിയല്ലോ? ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്ന കൃതി ഏത്? നമുക്ക് എല്ലാ കൃതിയും വളരെ പരിചയമുള്ള കൃതികൾ തന്നെയാണ്, അല്ലെ? രാജിയമ്മ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു പാഠം തന്നെയാണ്. ഒരു സിനിമയായിട്ട് ഇറങ്ങിയിട്ടുമുണ്ട്, അല്ലെ? ഇതെന്താണ് സംഭവം? ഇതൊരു ചെറുകഥയാണ്, അല്ലെ? രാജിയമ്മ എന്ന് പറയുന്നത് അന്നോളം ഇല്ലാത്ത ഒരു പുതിയൊരു ഭാവുകത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഉറൂബിന്റെ ഒരു ചെറുകഥയാണ് രാജിയമ്മ എന്ന് പറയുന്നത്. കൂട്ടുകൃഷി എന്ന് പറയുന്നത് എന്താ? ഇടശ്ശേരിയുടെ നാടകമാണ്, അല്ലെ? ഇടശ്ശേരിയുടെ നാടകമാണ്. MTയുടെ നാടകമാണ് എന്ത്? ഗോപുരനടയിൽ. അതുപോലെ കഥാബീജം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നാടകമാണ്. അപ്പൊ ഇവിടെ കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്നത് എന്താ തന്നെയാണ്? രാജിയമ്മ തന്നെയാണ്. ഉറൂബിന്റെ രാജിയമ്മ ഒരു ചെറുകഥയാണ്. മറ്റു മൂന്നും എന്താണ്? ഒരു നാടകമാണ്.
ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്രിയാശബ്ദങ്ങളുടെ പ്രാധാന്യം പ്രമാണിച്ചുള്ള പിരിവുകളിൽ ഉൾപ്പെടുന്നത് ഏത്? എത്രയോ തവണ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പരീക്ഷയ്ക്ക് മുമ്പുള്ള ആ ഒരു അവസാന ഫൈനൽ ടച്ചിൽ പോലും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു ക്രിയയുടെ ഭാഗത്ത് നിന്ന് വന്നേക്കുന്ന ഈ ചോദ്യം. ക്രിയാശബ്ദങ്ങളുടെ പ്രാധാന്യം പ്രമാണിച്ചുള്ള പിരിവുകളിൽ ഉൾപ്പെടുന്നത് ഏത്? നമുക്കറിയാം, പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ. ക്രിയക്ക് പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെങ്ങനെയാ തിരിച്ചിരിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ എങ്ങനെയാ പഠിച്ച ഒരു ഫ്ലോ ചാർട്ട് പോലെ വരച്ച് പഠിച്ചിട്ടുണ്ട്. ക്രിയയെ നമ്മൾ ആദ്യം സകർമ്മകം, അകർമ്മകം എന്ന് തിരിച്ചിട്ടുണ്ട് അല്ലെ. രണ്ടാമതായിട്ട് നമ്മൾ കേവല ക്രിയ എന്നും പ്രയോജക ക്രിയ എന്നും തിരിച്ചു. മൂന്നാമത്തത് മുറ്റുവിന, പറ്റുവിന എന്നും തിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ തിരിക്കണമെങ്കിൽ ഇതിന് എന്തുണ്ട്? എന്തോ ഒരു ഇങ്ങനെ തിരിവ് വരണമെങ്കിൽ അവിടെ എന്തോ ഒരു നിയമത്തെ പാലിക്കപ്പെടുന്നുണ്ട് അല്ലെ. എന്തോ ഒരു കാര്യം അവിടെയുണ്ട്. ഈ ക്രിയയുടെ അർത്ഥത്തിനനുസരിച്ചാണ് പിരിക്കുന്നതാണ് എന്ത്? ഈ സകർമ്മകം, അകർമ്മകം. ഒരു ക്രിയയുടെ അർത്ഥത്തിനനുസരിച്ചുള്ള തിരിവാണ് സകർമ്മകം, അകർമ്മകം അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ക്രിയക്കകത്തെ ആരെ എന്തിനെ എന്നീ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അത് സകർമ്മകമാണ്. ആരെ എന്തിനെ എന്നീ ചോദ്യത്തിന് ഉത്തരമില്ലേ, അത് അകർമ്മകമാണ്. അതുകൊണ്ട് തന്നെ അർത്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള പിരിവാണ്. ഓക്കെ, ഇനി രണ്ടാമത്തേതോ കേവല ക്രിയ, പ്രയോജക ക്രിയ. കേവല ക്രിയ പറഞ്ഞ എന്താ? കർത്താവ് സ്വന്തമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നത്. പ്രയോജക ക്രിയ ആണെങ്കിലോ മറ്റൊരാളുടെ സാന്നിധ്യത്തിലോ പ്രേരണയിലോ ചെയ്യുന്ന ക്രിയകളാണെങ്കിൽ അത് പ്രയോജക ക്രിയ. അതെങ്ങനെയാ വരുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാ വരുന്നത്? സന്ദർഭത്തിനനുസരിച്ചാണ് അല്ലെ. സന്ദർഭത്തിനനുസരിച്ചിട്ട് വരുന്നതാണ്. മൂന്നാമത്തതോ മുറ്റുവിന, പറ്റുവിന. മുറ്റുവിന, പറ്റുവിന എന്നുള്ള തിരിവ് പ്രാധാന്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. പ്രാധാന്യം നോക്കിക്കേ. മുറ്റുവിന എന്ന് പറഞ്ഞ എന്താ? മുറ്റു വിന. വിന എന്ന് പറഞ്ഞാൽ ക്രിയ, മുറ്റുവിന എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നിൽക്കുന്ന ക്രിയ. മറ്റൊന്നിന്റെ സഹായം ഇല്ലാതെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ക്രിയയാണ് മുറ്റുവിന. പറ്റുവിന എന്ന് പറഞ്ഞാൽ പറ്റി നിൽക്കുന്ന ക്രിയ അല്ലെ. മറ്റൊന്നിനോട് പറ്റി നിൽക്കുന്ന ക്രിയ. ഇങ്ങനെ മൂന്നായിട്ടാണ് പ്രധാനമായിട്ടും ക്രിയയെ തിരിച്ചിരിക്കുന്നത്. അപ്പൊ അർത്ഥത്തെ നോക്കി സകർമ്മകം, അകർമ്മകം എന്ന് തിരിച്ചിട്ടുണ്ട്. അതുപോലെ സന്ദർഭത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കേവലം പ്രയോജകം എന്ന് തിരിച്ചു. പ്രാധാന്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മുറ്റുവിന, പറ്റുവിന എന്നും തിരിച്ചിട്ടുണ്ട് അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ കേവല ക്രിയയെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കാരിതമെന്നും അകാരിതമെന്നും. കേവലക്രിയയുടെ പ്രാധാന്യത്തെ നോക്കിക്കൊണ്ടാണ് കാരിതം, അകാരിതം എന്ന് തിരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ സ്വഭാവത്തെ നോക്കിക്കൊണ്ട്. കാരിതം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചത്? കർത്താവ് സ്വന്തമായി ചെയ്യുന്ന പ്രവൃത്തിയോടൊപ്പം കു എന്ന് പറയുന്ന ഒരു അക്ഷരം വന്നാൽ അത് കാരിതം. കു ഇല്ലെങ്കിൽ അകാരിതം. ഉദാഹരണം എന്താ? ഒറ്റക്ക് ചെയ്യണം അല്ലെ, നടക്കുന്നു, പഠിക്കുന്നു എന്നൊക്കെ വരുവാണെങ്കിൽ അത് കാരിതായിരിക്കും. മറിച്ച് കർത്താവ് സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയോടൊപ്പം കു ഒന്നും ഇല്ലെങ്കിൽ അത് അകാരിതം. എന്താ? പാടുന്നു, ഉറങ്ങുന്നു, തിന്നുന്നു, ഇതാണെങ്കിൽ അകാരിതം. ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. പിന്നെ പറ്റുവിനയെ തന്നെ എന്തിനോടൊക്കെ പറ്റി നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പേരച്ചമെന്നും വിനയച്ചമെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പേരിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിയയാണെങ്കിൽ പേരച്ചം. നന്ദു കുടിച്ച ചായ എന്ന് പറഞ്ഞാൽ ഇതിലെ കുടിച്ച എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അത് പേരച്ചമാണ്. നന്ദു എന്ന നാമത്തോട് ചേർന്ന് നിൽക്കുന്ന അപൂർണക്രിയ പേരച്ചം. അടുത്ത നോക്കിയേ, വിനയച്ചം. വിനയച്ചം എന്ന് പറഞ്ഞാൽ വിന എന്നും എച്ചം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ക്രിയ എന്നാണ്. അപ്പൊ രണ്ട് ക്രിയകൾ ഒന്നിച്ച് നിൽക്കുന്നത്. എങ്ങനെയൊക്കെ രണ്ട് ക്രിയകൾ ചേർന്ന് നിൽക്കാം എന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വിനയച്ച എത്ര എണ്ണം ഉണ്ട്? 5 വിനയച്ചം ഉണ്ട് അല്ലെ. അതിലൊന്ന് മുൻവിനയച്ചം, 2 പിൻവിനയച്ചം, 3 നടുവിനയച്ചം, 4 പാക്ഷിക വിനയച്ചം, അതുപോലെ തന്നെ 5 തൻവിനയച്ചം.
അപ്പൊ മുൻ, പിൻ, തൻ, നടു, പാക്ഷിക വിനേച്ഛം. അപ്പൊ വിനേച്ഛത്തെ പ്രധാനമായിട്ട് 5ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. അതിലെ മുൻ വിനേച്ഛം എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നു. ഒരു പ്രത്യയവും ഇല്ല. ചെന്നു പറഞ്ഞു, പോയി കണ്ടു, വന്നു നിന്നു, അങ്ങനെ വരുന്നത്. പിൻ വിനേച്ഛം എന്ന് പറഞ്ഞാൽ ആൻ പ്രത്യയം, കാണാൻ വന്നു, പോവാൻ പറഞ്ഞു, പോകാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ വരുന്നത്. നടുവിനേച്ചാണെങ്കിലോ ആ ക ഉക പ്രത്യയം, അതായത് കേവലമായ ക്രിയയെ കാണിക്കുന്നു. പോവുക, പറയുക, കാണുക, ഇങ്ങനെ വരുന്ന വാക്കുകള്. പാക്ഷിക വിനേച്ചാണെങ്കിലോ പഠിച്ചാൽ ജയിക്കാം, തന്നാൽ തിന്നാം, ഒരു ക്രിയ സംഭവിച്ചാൽ മറ്റൊന്ന് ഉറപ്പായിട്ടും നടക്കും. തൻവിനേച്ചാണെങ്കിലോ ഒരു ക്രിയ സംഭവിക്കുമ്പോ അത് കൂടി നടന്നു അല്ലെ. ഞാൻ കാണവേ പറഞ്ഞു, കേൾക്കവേ കേട്ടു, കാണേ പറഞ്ഞു, കേൾക്കേ പറഞ്ഞു. അപ്പൊ അവയെന്നും ഏ എന്നും പ്രത്യയം വരുന്നു. ഇതാണ് ക്രിയയുടെ മൊത്തത്തിലുള്ള ഒരു തിരിവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരുന്ന എന്താ? ചോദ്യം ഇത്രയേ ഉള്ളൂ. ക്രിയാശബ്ദങ്ങളുടെ പ്രാധാന്യത്തെ പ്രമാണിച്ചുള്ള പിരിവുകളിൽ ഉൾപ്പെടുന്നത് ഏതാ? മുറ്റുവിനെയാണ്. അർത്ഥമാണിത്, സന്ദർഭമാണ് പ്രയോജകം, കാരിതം അതിന്റെ സ്വഭാവമാണ്. ഓക്കെ, അപ്പൊ ക്രിയയുമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു 4 ചോദ്യമേ നോക്കിയിട്ടുള്ളൂ. ആ 4 ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എഴുത്തച്ഛൻ പുരസ്കാരം നോക്കുക. ക്രിയയുടെ മുമ്പിലുള്ള നാമവും ഭേദകവും ദ്യോതകവും ഒക്കെ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോവാൻ. ഒരുപാട് ചോദ്യങ്ങൾ ഇത്തവണ വ്യാകരണത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും സമയം കളയരുത്. അടുത്ത കേട്ടിട്ടിന് വേണ്ടി ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ, ടെൻഷനായിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ CC ജോയിൻ ചെയ്യാം. നമുക്ക് ഒന്നിച്ച് പഠിക്കാം. അതുപോലെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.